ലോകം മൊത്തം മീഡിയകളിലൂടെയാണ്. ലോകത്തെ നിയന്ത്രിക്കുന്നതും മീഡിയകളാണ്. The media is the most powerful entity on the earth. ഭൂമിയിലെ ഏറ്റവും വലിയ ഒരു മുതൽ എന്ന് പറയുന്നത് മീഡിയകളാണ്. കാരണം ലോകത്തെ നിയന്ത്രിക്കുന്നത് മീഡിയകളാണ്. മുസ്ലിമീങ്ങളായ സംസ്കാര സമ്പന്നരായ ഒരു കൂട്ടം ആളുകളെ തീവ്രവാദികളായി മുദ്രകുത്തുന്നതിൽ ചുക്കാൻ പിടിച്ചത് മീഡിയകളാണ്. അതാ പറഞ്ഞത്, the media is the most powerful entity on the earth. ഭൂമിയിൽ ഏറ്റവും ശക്തിയുള്ള ഒരു മേഖല അല്ലെങ്കിൽ ഒരു സ്വത്താണ് മീഡിയകൾ എന്ന് പറഞ്ഞാൽ. they have the power, അവരുടെ കഴിവ് to make the innocent guilty, നിരപരാധികളായ ആളുകളെ കുറ്റവാളികളാക്കാൻ വളരെ എളുപ്പമാണ്, ഒരു റിസ്കും ഇല്ല. ഇന്ന് നമ്മൾ പറയുന്ന വാലിൽ ഏതെങ്കിലും ഒരു ഭാഗം കഷ്ണിച്ചെടുത്ത് എന്ത് ചെയ്യാം, നാളെ ഒരു ക്രിമിനലാക്കി മാറ്റി ചിത്രീകരിക്കാൻ നമ്മുടെ മീഡിയകൾക്ക് കഴിയും. മീഡിയകളുടെ പിന്നാലെയാണ് ആളുകൾ. മീഡിയകൾ നിയന്ത്രിക്കുന്നത് മിക്കവാറും ജൂതന്മാരാണ്. ഇസ്രയേലിൽ നിന്നുള്ള ജൂതന്മാർ, ഫാസിസ്റ്റ് ശക്തികൾ, ഇവരൊക്കെയാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിമീങ്ങളുടെ വിഷയം വരുമ്പോ ആളിക്കത്തുകയും എന്ന മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായ വിഷയം വരുമ്പോ ആരും തൊടാതെ പോകുന്നതൊക്കെ അതുകൊണ്ടാണ്. And to make the guilty innocent, നിരപരാധികളെ കുറ്റവാളികളും കുറ്റവാളികളെ നിരപരാധികളും ഒക്കെ ആക്കുന്നത് ഈ മീഡിയകളാണ്. അല്ലാതെ ഈ നടക്കുന്ന സംഭവങ്ങളൊന്നും അതിലൊന്നും ഒരു യാഥാർത്ഥ്യവുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ദുലേഖ ഉപയോഗിച്ചിട്ട് വെളുത്ത ആരെങ്കിലും ഉണ്ടോ നമ്മുടെ സദസ്സില്? ഉണ്ടോ? അല്ലെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡർ ഷാമ്പു ഉപയോഗിച്ചിട്ട് താരൻ പോയ ആളുകളുണ്ടോ? അല്ലെങ്കിൽ പപ്പായയുടെ സോപ്പ് ഉപയോഗിച്ച് സൗന്ദര്യം വർദ്ധിച്ച ആളുകളുണ്ടോ? അപ്പോ വലിയ ഭീമമായ തുകകൾ ചെലവഴിച്ച് അത് അഭിനയിക്കുന്ന നടന് ലക്ഷങ്ങൾ കൊടുക്കണം. അതിന്റെ സ്ക്രിപ്റ്റ്, അതിന് വേണ്ടുന്ന പദങ്ങളും അതിന്റെ മോട്ടോ ഇതൊക്കെ ഉപയോഗിക്കാൻ വേറെയും ലക്ഷങ്ങൾ. ഇനി അത് ചാനലിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ വേറെയും ലക്ഷങ്ങൾ. കോടിക്കണക്കിന് രൂപയൊക്കെ ചെലവഴിച്ചിട്ട് നിങ്ങളുടെ സൗണ്ട് നന്നായിട്ട് കൂട്ടാൻ ഫുള്ള് കൂട്ടി, 2 മോണിറ്റർ രണ്ടും മൊത്തം കൂട്ടി വെക്കി. അപ്പോ ഇതിനു വേണ്ടി ഒരുപാട് ലക്ഷങ്ങൾ, ഇങ്ങനെ ലക്ഷങ്ങൾ ഒരുപാട് ചെലവഴിച്ചിട്ട് അവർക്ക് ഇതിലെന്ത് ലാഭം? നമ്മളെ പോലെയുള്ള വിഡ്ഢികളായ ആളുകൾ ഇതൊക്കെ വിശ്വസിച്ചിട്ട് വാങ്ങാൻ. സത്യത്തിൽ ഒന്നും ഇവിടെ നടക്കുന്നില്ല. ഇതാണ് ചാനലിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. And that is power because they control the minds of the mass. ജനങ്ങളെ മൊത്തം നിയന്ത്രിക്കുന്നത് മീഡിയകളാണ്. മനുഷ്യന്റെ മനസ്സ് മീഡിയകളുടെ കൈകളിലാണ്. നമ്മുടെ ബുദ്ധിയും നമ്മുടെ തലച്ചോറും നമ്മുടെ ചിന്താമണ്ഡലങ്ങളും നമ്മൾ പണയം വെച്ചിരിക്കുന്നത് ചാനലുകൾക്ക് മുമ്പിലാണ്. അതുകൊണ്ട് ചാനലുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ സ്വയം പഴിക്കുക. മിസ്റ്റേക്സ് നമ്മുടെ ഭാഗത്താണ്. അല്ലാഹു നമ്മൾക്ക് ബുദ്ധി നൽകട്ടെ. അപ്പൊ മീഡിയ അതിലെന്തൊക്കെ പെടുന്നു? ചിലപ്പോൾ വയസ്സന്മാർക്ക് ഇത് വിഷയം പിടിച്ചുകൊള്ളണമെന്നില്ല. നമ്മൾക്ക് എന്ത് ഫേസ്ബുക്ക് അല്ലേ, പാസ്ബുക്ക് തന്നെ നമ്മൾക്ക് അറിയില്ല. പിന്നെ ഫേസ്ബുക്ക്, വാട്സപ്പും ഫേസ്ബുക്കും സോഷ്യൽ മീഡിയകളും ഇമെയിലും ജിമെയിലും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലം. പക്ഷേ ഇതൊക്കെ വളരെ ഭംഗിയായി ഇതിന്റെ ദൂഷ്യഫലങ്ങളും ഇതിന്റെ സൈഡ് എഫക്റ്റും ഇതിന്റെ പാർശ്വഫലങ്ങളൊക്കെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വർഷം മുമ്പേ നമ്മെ അറിയിച്ചു പോയതാണ്. ഒക്കെ എല്ലാ വിഷയങ്ങളും നമ്മൾക്ക് ഹദീസുകളിലും ഖുർആനുകളിലും അടിസ്ഥാനമാക്കി നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ആദ്യം ഈ മീഡിയകളും ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആയത്ത്, ഈ വിഷയത്തിന്റെ അകക്കാമ്പിതാണ്. ഈ വിഷയത്തിന്റെ രത്ന ചുരുക്കം ഇതാണ്. ഇതിൽ നിന്നാണ് ഇത് വൈഡ് സ്പ്രെഡ് ആവുന്നത്, എല്ലാ മേഖലകളിലേക്കും സ്പ്രെഡ് ആവുന്നത്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയാ വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക ولا تبغي الفساد في الأرض إن الله لا يحب المفسدين. ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഈ ഒരു ആയത്ത് കാണാതെ പോവരുത്.
അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ ഖാറൂനിനെ കുറിച്ച് പറയുന്ന രംഗമാണിത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. അല്ലാഹു നമ്മൾക്ക് എന്ത് നൽകിയാലും അതിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ആഖിറത്തിലെ ജീവിതത്തിലെ വിജയമാണ്. അല്ലാഹു എന്ത് നൽകിയാലും ലോകത്തുള്ള എല്ലാ സൗകര്യങ്ങളും സമ്പത്തും എല്ലാം അല്ലാഹു നമ്മൾക്ക് നൽകിയാൽ നമ്മൾ അതുകൊണ്ട് ലക്ഷ്യമാക്കേണ്ടത് ആഖിറത്തിൽ എങ്ങനെ വിജയിക്കാമെന്നാണ്. ഒരു മൊബൈൽ ഫോൺ നമ്മുടെ കൈകളിൽ ലഭിച്ചാൽ, ഒരു മൊബൈൽ ഫോൺ നമ്മുടെ കൈകളിലേക്ക് ലഭിച്ചാൽ, ഒരു വാഹനം നമ്മുടെ കൈകളിലേക്ക് ലഭിച്ചാൽ, ഒരു ബിസിനസ് സാമ്രാജ്യം നമ്മൾ പടുത്തുയർത്തിയാൽ, നമ്മുടെ കൈകളിലേക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ആ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കേണ്ടത് എങ്ങനെ നാളെ മഹ്ശറയിൽ വിജയിക്കാമെന്നാണ്. അതാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നത്. വബ്തഗി, നിങ്ങൾ ആഗ്രഹിക്കണേ, നിങ്ങൾ കൊതിക്കണേ, ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. അല്ലാഹു നിങ്ങൾക്ക് എന്ത് നൽകിയാലും അതിൽ നിന്ന് നിങ്ങൾ കൊതിക്കേണ്ടത് അദ്ദാറൽ ആഖിറ, ആഖിറത്തിൽ എങ്ങനെ വിജയിക്കുമെന്നാണ്. ഏത് വിഷയമാണെങ്കിലും അത് തന്നെയാണ്. ഒരു ബൈക്ക് വാങ്ങി, ഇതുകൊണ്ട് ആഖിറത്തിൽ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? ഒരു വണ്ടി വാങ്ങി, കാറ് വാങ്ങി, ഇതുകൊണ്ട് നാളെ ആഖിറത്തിൽ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതാണല്ലോ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ കുറിച്ചാണല്ലോ ബുദ്ധിമാൻ എന്ന് പറഞ്ഞത്. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ മൻ ദാന നഫ്സഹു, സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവനാണ് ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ. വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണശേഷം എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് ആലോചിക്കുന്നവനാണ് ബുദ്ധിമാൻ. ഏത് വിഷയമാണെങ്കിലും ഇതുകൊണ്ട് എനിക്ക് ഖബറിൽ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും, ഇതുകൊണ്ട് നാളെ മഹ്ശറയിൽ എങ്ങനെ വിജയിക്കാൻ പറ്റും, ഇതാരാലോചിക്കുന്നത്? അവനാണ് ബുദ്ധിമാൻ. അല്ലാത്തവനോ അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. എന്ത് ലഭിച്ചാലും ഏതൊരു വിഷയം വന്നാലും നാളെ മഹ്ശറാ ലോകത്ത് എങ്ങനെ വിജയിക്കുമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ. വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണശേഷമുള്ള ലോകത്തേക്ക് വേണ്ടി അധ്വാനിക്കുന്നവനാണ് ബുദ്ധിമാൻ. ഇവിടെ ഷോർട്ട് ടൈം പീരീഡ് ആണ്, ഇത് ചെറിയ ഒരു കാലമാണ്. ഇവിടെ ഒന്നും ഒരു യാത്രക്കാരനാണ്. ദുനിയാ കേ മുസാഫിർ മൻസിൽ തെരേ ഖബർ ഹേ. ഓ ദുനിയാവിലെ യാത്രക്കാരാ, നീ പോകേണ്ടത് ഖബറിലേക്കാണ്, നിന്റെ വീട് ഖബറിലാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് കാലെടുത്ത് വെച്ചത് മുതൽ നമ്മളെല്ലാവരും യാത്രക്കാരാണ്. നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കാലെടുത്ത് വെച്ച ആ ദിവസം മുതൽ നമ്മളെല്ലാവരും യാത്രക്കാരാണ്. യാത്രയുടെ ഡെസ്റ്റിനേഷൻ ഏതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം ഏതാണ്? ആ ലക്ഷ്യസ്ഥാനമാണ് ഖബർ എന്നുള്ളത്. നമ്മൾ ദുബായിലേക്ക് പോകുമ്പോ 3000 കിലോമീറ്റർ താണ്ടണം. നമ്മുടെ ഡെസ്റ്റിനേഷൻ ദുബായിയാണ്. സൗദി ആണെങ്കിൽ സൗദിയാണ്. ഈ യാത്രക്ക് അവിടെ എത്തിയ യാത്ര കഴിഞ്ഞു. പക്ഷേ നമ്മുടെ യാത്ര, ഇതിന്റെ ഡെസ്റ്റിനേഷൻ ഖബറാണ്. നമ്മളൊക്കെ യാത്രക്കാരാണ്. ആ യാത്രയിലേക്കുള്ള ഓരോ കിലോമീറ്ററുകളാണ് നമ്മുടെ പകലുകളും നമ്മുടെ രാത്രികളും. നമ്മൾ മനസ്സിലാക്കണം, ഖബറിലേക്കുള്ള യാത്രയുടെ കിലോമീറ്ററുകളാണ് നമ്മുടെ രാത്രിയും നമ്മുടെ പകലുകളും ഒക്കെ. ഒരു രാത്രി കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കണേ, ഖബറിലേക്കുള്ള കിലോമീറ്റർ അടുത്തു എന്നാണ്. മംഗലാപുരം പോവുകയാണ് ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടി. അങ്ങനെ പോകുമ്പോൾ കുമ്പളയിലെത്തുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ടല്ലോ, മാഷാ അല്ലാഹ് കുമ്പളെത്തിയല്ലോ, ഇനി അല്പമല്ലേയുള്ളൂ. അതുപോലെയാണ് ഓരോ മനുഷ്യന്റെ ഓരോ ദിവസങ്ങളും. ഇന്ന് രാത്രി കഴിയുന്നതോടുകൂടി നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്, ഖബറിലേക്കുള്ള ഒരു വഴി, ഒരു ദിവസം അടുത്തുപോയല്ലോ, ഖബറിലേക്കുള്ള ഒരു കിലോമീറ്റർ അടുത്തുപോയല്ലോ എന്ന് ആലോചിക്കുകയാണ് നമ്മൾ വേണ്ടതെന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. വൽ ആജിസു, വിഡ്ഢി എന്ന് പറഞ്ഞാൽ ആരാ?
വിഡ്ഢി എന്ന് പറഞ്ഞാൽ ആരാ? സ്വന്തം ശരീരം എന്താണോ പറയുന്നത് അതുപോലെ ജീവിക്കുന്നവനാണ് വിഡ്ഢി എന്ന് പറഞ്ഞാൽ. ശരീരം പറയുന്നത് കേൾക്കുന്നവൻ വിഡ്ഢിയാണ്. എന്നിട്ടവൻ പ്രതീക്ഷിക്കുക അല്ലാഹു എനിക്ക് പുറത്തു തരുമെന്ന്. എന്നിട്ടവൻ കൊതിക്കുക നാളെ സ്വർഗീയ ലോകത്ത് ഞാൻ വിജയിക്കുമെന്ന്. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. വിലപ്പെട്ട സമയങ്ങളൊക്കെ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനോ അള്ളാഹുവിന് വേണ്ടി സമയം കണ്ടെത്താനോ നാളെ ഖുറിലേക്ക് വേണ്ടി സമയം കണ്ടെത്താനോ നമ്മൾ തയ്യാറായിട്ടില്ല. അങ്ങനെയുള്ള ആളുകളാണ് വിഡ്ഢി. ആ പുഷ്പമേ അധിക തുങ്കപദത്തിലെത്ര ശോഭിച്ചിരുന്നു രാജ്ഞി കണക്ക് നീ. നമ്മുടെ വീടിന്റെ മലർവാടിയുള്ള മനോഹരമായ പുഷ്പമൊന്ന് തൊട്ടുനോക്കി, ആ പുഷ്പമേ എന്തോ ഒരു സൗന്ദര്യമാണ് നിനക്ക് എന്ന് പറഞ്ഞ് ആളുകളെല്ലാം കടന്നു വന്ന് ഒന്ന് മണപ്പിക്കുകയും ഒന്ന് തൊട്ടുനോക്കുകയും ഒന്ന് ചുംബിക്കുകയും ചെയ്യാറുണ്ടല്ലോ. അതുപോലെയാണ് ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ. പക്ഷേ 2 ദിവസം കഴിഞ്ഞു അതേ മലർവാടിയിലേക്ക്, അതേ പൂന്തോട്ടത്തിലേക്ക് ഏതെങ്കിലും ഒരാൾ ആ ഒരു പുഷ്പത്തിന്റെ മണം, ആ ഒരു മണം ആസ്വദിക്കാൻ വേണ്ടി കടന്നു വന്നാൽ ആ പുഷ്പം അവിടെ ഉണ്ടാവില്ല. അത് താഴെ കരിഞ്ഞു വീണു പോയിരിക്കുകയാണ്. വീണപൂവിൽ കുമാരനാശാൻ നൽകുന്നത് വളരെ മഹത്തായ ആശയമാണ്. ആ പുഷ്പമേ അധിക തുങ്കപദത്തിലെത്ര ശോഭിച്ചിരുന്നു രാജ്ഞി കണക്ക് നീ. എത്ര മനോഹരമായിട്ടാണ് നീ അവിടെ പ്രശോഭിച്ചു നിന്നിരുന്നത്. എത്ര ആളുകളാണ് നിന്നെ കാണാൻ വന്നത്. എത്ര ആളുകളാണ് നിന്നെ തൊട്ട് മണത്തു നോക്കിയത്. എന്തോ ഒരു സൗന്ദര്യമായിരുന്നു. എത്ര ആളുകളാണ് നിന്റെ മുന്നിൽ നിന്ന് സെൽഫി എടുത്തത്. പക്ഷേ 2 ദിവസമാകുമ്പോഴേക്കും വാടിക്കരിഞ്ഞു നിലത്തു വീണു. പിന്നെ ആർക്കും ആ പുഷ്പത്തെ ആവശ്യമില്ലല്ലോ. ആഹ് ക്യാ യേ റിയാസേ ദഹ്ർ മേ ഹം ക്യാ ഗയാ. ഈ ദുനിയാവെന്ന പൂന്തോട്ടത്തിൽ നമ്മുടെ കഥകളും അത്ര തന്നെയാണ്. ഈ ദുനിയാവ് ഒരു പൂങ്കാവനമാണ്, ഇതൊരു പൂന്തോട്ടമാണ്. അവിടുത്തെ പുഷ്പങ്ങളാണ് നമ്മളൊക്കെ. ആ പുഷ്പം കരിഞ്ഞു പോയതുപോലെ നമ്മളും നാളെ കരിഞ്ഞു പോവേണ്ടവരാണ്. അത് ചിന്തിക്കുന്നവനാണ് ബുദ്ധിമാനെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, വബ്തഗി നിങ്ങൾ ആഗ്രഹിക്കണേ, ഫീമാ ആതാകല്ലാഹ് അല്ലാഹു നിങ്ങൾക്ക് എന്ത് നൽകിയാലും അതിൽ നിന്ന് നിങ്ങൾ കൊതിക്കേണ്ടത് അദ്ദാറൽ ആഖിറ അന്തിമ വിജയമാണ്. എങ്ങനെ ഖബറിൽ രക്ഷപ്പെടാൻ പറ്റുമെന്നാണ്, എങ്ങനെ മഹ്ശറയിൽ രക്ഷപ്പെടാൻ പറ്റുമെന്നാണ്. വലാ തൻസ നസീബക മിനദ് ദുനിയാ ദുനിയാവിൽ അല്ലാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഒരു കാരണവശാലും മറന്നുപോവല്ല, മറക്കാൻ പാടില്ല. ഒരു iPhone 6 വാങ്ങി, അൽഹംദുലില്ലാഹ്. അതുവേണ്ടി അള്ളാഹുവിന് വേണ്ടി നന്മ ചെയ്യാൻ ഉപയോഗിക്കണം. ഒരു വണ്ടി വാങ്ങി, ഒരു കാർ വാങ്ങി, ഒരു ബൈക്ക് വാങ്ങി, സിനിമ കാണാൻ വേണ്ടിയല്ല ആ ബൈക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഏതെങ്കിലും കലാലയങ്ങളിൽ നിന്ന് വൈകുന്നേരങ്ങളിൽ നിന്ന് നമ്മുടെ പെൺകുട്ടികൾ വീട്ടിലേക്ക് വരുമ്പോ അവരുടെ വായ നോക്കാൻ പോവാനല്ല നമ്മുടെ ബൈക്കുകളും നമ്മുടെ വാഹനങ്ങളും ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെയുള്ള ഇൽമിന്റെ സദസ്സുകൾ ഉണ്ടാകുമ്പോ, പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോ, കുടുംബ ബന്ധം പുലർത്താൻ വേണ്ടി ഇതിനു വേണ്ടിയാണ് നമ്മളൊക്കെ നമ്മുടെ വാഹനങ്ങൾ ഉപയോഗിക്കേണ്ടത്. അല്ലാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഒരു കാരണവശാലും മറന്നുപോവല്ല. വണ്ടി വാങ്ങാൻ കഴിയാത്ത 100 കണക്കിന് ആളുകളില്ലേ? എത്ര ആളുകളാണ് ബസ്സിൽ പോകുന്നത്? ബൈക്ക് വാങ്ങാൻ കഴിയാത്ത ആളുകളില്ലേ? അവർക്കും അവരുടെ മനസ്സിൽ പൂതിയുണ്ട്, എനിക്കൊരു ബൈക്ക് വാങ്ങണം, എനിക്കൊരു കാർ വാങ്ങണം, എനിക്കൊരു വാഹനം വാങ്ങണം. പക്ഷേ അല്ലാഹു ആ ഒരു അനുഗ്രഹം അയാൾക്ക് കൊടുക്കാതെ നമ്മൾക്ക് നൽകിയത് നമ്മോടുള്ള സ്നേഹം കൊണ്ടല്ല. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഇന്നല്ലാഹ യുഅതിൽ ഇൽമ ഇന്നല്ലാഹ യുഅതിൽ മാല ലിമൻ അഹബ്ബ വലിമൻ ലം യുഹിബ്ബ്. അല്ലാഹു ഒരാൾക്ക് സമ്പത്ത് നൽകുന്നത് കണ്ടാൽ അയാളോട് സ്നേഹമുള്ളത് കൊണ്ട് നൽകിയതാണെന്ന് തെറ്റിദ്ധരിക്കല്ല. അല്ലാഹു മുതൽ നൽകുന്നത് കാണുമ്പോ അല്ലാഹുവിന് അയാളോട് ഇഷ്ടമാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. ഇന്നല്ലാഹ നിശ്ചയമായിട്ടും അല്ലാഹു തആല യുഅതിൽ മാല സമ്പത്ത് നൽകും. ആർക്കൊക്കെ? ലിമൻ അഹബ്ബ വലിമൻ ലം യുഹിബ്ബ്. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ആളുകൾക്കും അല്ലാഹുവിന് ഇഷ്ടമുള്ള ആളുകൾക്കും അല്ലാഹു സമ്പത്ത് നൽകും. അല്ലേ? നമ്മുടെ നാടിന്റെ മുതലാളിമാരെ നോക്കിയേ,
ലോകത്തിലെ ഏറ്റവും അറിയപ്പെട്ട മുതലാളിമാര്, ഏറ്റവും വലിയ സമ്പന്നരായ ആളുകൾ, അവർക്ക് മുസ്ലിമീങ്ങളാണോ? ഇന്ന് വരെ അള്ളാഹുവിനൊരു സുജൂദ് പോലും ചെയ്യാത്ത ആളുകൾക്കല്ലേ അള്ളാഹു ഒരുപാട് മുതൽ നൽകിയത്. അതുകൊണ്ട് മുതൽ കാണുമ്പോ അള്ളാഹു അയാൾ അനുഗ്രഹിച്ചു എന്ന് തോന്നണ്ട. വണ്ടിയുടെ വലുപ്പം കാണുമ്പോ, അതുപോലെ നമ്മുടെ ബൈക്കുകളോ, ഒരാളുടെ സാമ്പത്തിക അഭിവൃദ്ധി കണ്ടിട്ട് ഒരാളും തെറ്റിദ്ധരിക്കല്ല. അള്ളാഹു അയാൾക്ക് സാമ്പത്തിക ശേഷി നൽകിയത് അള്ളാഹുവിന് ഇഷ്ടമുള്ളത് കൊണ്ടാണെന്ന്. അങ്ങനെയല്ല, അള്ളാഹു രണ്ടു പേർക്കും സമ്പത്ത് നൽകും. പക്ഷേ അള്ളാഹു ദീന് നൽകുന്നത് ലിമൻ അഹബ്ബ, അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമേ അള്ളാഹു ദീന് നൽകുകയുള്ളൂ. ദീനിയായി ജീവിക്കാൻ ഒരാൾക്ക് സാധിക്കുന്നുണ്ടോ? അയാൾ അള്ളാഹു ഇഷ്ടമാണ്. അള്ളാഹു ഒരാളെ ദീനിയായിട്ട് ഒരാളെ കാണുന്നുണ്ടോ? അയാൾ അള്ളാഹുവിന് ഇഷ്ടമാണ്. ഒരാൾ ഇൽമ പഠിക്കാൻ വേണ്ടി ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ അയാൾക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന് ഒരാളെ ഇഷ്ടമായാൽ അയാൾ അള്ളാഹു ആലിമീങ്ങളാക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകളെ അള്ളാഹു ആലിമീങ്ങളാക്കും, അള്ളാഹു ഫുഖഹാക്കളാക്കും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അതുകൊണ്ട് സമ്പത്ത്, വീടിന്റെ വലുപ്പം, ഇതൊന്നും കണ്ടിട്ട് ഒരാൾ അളക്കണ്ട. അതല്ല, ഇഷ്ടമുള്ള ആൾക്കും കൊടുക്കും, ഇഷ്ടമില്ലാത്ത ആളുകൾക്കും കൊടുക്കും. പക്ഷെ ദീനിയായി ജീവിക്കാൻ നമ്മൾക്ക് അവസരമുണ്ടോ? വലിയ ഭാഗ്യവാന്മാരാണ്. അള്ളാഹു നമ്മൾക്കത് നിലനിർത്തിരുമാറാവട്ടെ. അല്ലാഹു തആല പറയുകയാണ്, വലാ തൻസ നസീബക മിനദ് ദുനിയാ. അല്ലാഹുവാണ് ഇതൊക്കെ നൽകുന്നത്, നമ്മൾ ഉണ്ടാക്കിയതല്ല. അങ്ങനെ തോന്നുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണെന്ന്? അല്ല. അല്ലാഹു പറയാണ്, വആഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ൽ അൻ യഅതിയ അഹദകുമുൽ മൗത്ത് فيقول رب لولا أخرتني إلى أجل قريب فأتصدق وأكن من الصالحين. എന്റെ എല്ലാ സഹോദര സഹോദരിമാരോടും പറയാനുള്ളത്, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും. അല്ലാഹു നമ്മൾക്ക് നൽകിയ ഏതൊരു കാര്യമാണെങ്കിലും അല്ലാഹു നൽകിയതാണ്, നമ്മൾ ഉണ്ടാക്കിയതല്ല. അപ്പൊ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഷോപ്പിലിരിക്കുന്നതോ ശരിയാ? നീ ഷോപ്പിലിരുന്നത് കൊണ്ട് കച്ചവടം ഉണ്ടാവോ? ഇല്ല, അത് അല്ലാഹു തരണം. അപ്പൊ ഞാൻ ഗൾഫിലേക്ക് യാത്ര പോകുന്നതോ, നീ ഗൾഫിലേക്ക് പോയത് കൊണ്ട് പൈസ ഉണ്ടാവോ? എത്ര ആളുകൾ ഷോപ്പിലിരിക്കുന്നുണ്ട്, എന്നിട്ട് ഒരു മാസം കൊണ്ട് ഷോപ്പ് പൂട്ടുന്നുണ്ട്. എത്ര ആളുകൾ ഗൾഫിൽ പോയി ഒരു ജോലിയില്ലാതെ തിരിച്ചു വരുന്നുണ്ട്. ഇതൊക്കെ റബ്ബിന്റെ നിയന്ത്രണത്തിലാണ്. അല്ലാഹുവാണ് ഇതൊക്കെ നൽകുന്നത്. ആ ഒരു ബോധം നമ്മൾക്ക് ഉണ്ടാവണം. ഞാൻ നിങ്ങൾക്ക്, അതാണ് അല്ലാഹു ഉപയോഗിച്ച പദം, ഞാൻ നിങ്ങൾക്ക് നൽകി, നിങ്ങൾ ഉണ്ടാക്കിയതല്ല. കാറൂൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് കാറൂനെ അല്ലാഹു ജീവനോടെ വിഴുങ്ങിക്കളഞ്ഞു. നമ്മൾ പറഞ്ഞ നമ്മളെയും വിഴുങ്ങും. ഞാൻ നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണേ എന്ന് അല്ലാഹു പറയുന്നുണ്ട്. ഇതൊക്കെ അല്ലാഹു തന്നതാണ്. അല്ലാഹു നൽകിയ ഔദാര്യങ്ങളെ, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഒരു കാരണവശാലും മറന്നുപോവല്ല. എന്നിട്ടാണ് അല്ലാഹു പറയുന്നത്, കേൾക്കണേ. അല്ലാഹു പറയുന്ന വാക്കുകൾക്ക് കാതോർക്കണേ. വഅഹ്സിൻ, ഇവിടെയാണ് നമ്മൾ അടിവരയിടേണ്ടത്. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹ്. അല്ലാഹു നമ്മൾക്ക് നന്ദി ചെയ്തതുപോലെ, അല്ലാഹു നമ്മൾക്ക് നന്മ ചെയ്തതുപോലെ അല്ലാഹുവിന് തിരിച്ചും നന്മ ചെയ്യണേ. നമുക്ക് നാമേ പണിനതുനാകം സ്വർഗവും അതുപോലെ നമ്മൾക്ക് നരകവും, നമ്മൾക്ക് സ്വർഗവും ഉണ്ടാക്കുന്നത് നമ്മളാണ്. നമ്മൾ നരകത്തിൽ പോയാൽ ഉത്തരവാദി നമ്മൾ തന്നെയാണ്. നമ്മൾ സ്വർഗത്തിൽ പോയാൽ അതിന്റെ ഉത്തരവാദി നമ്മൾ തന്നെയാണ്, അല്ലാഹു അല്ല. وما ظلمناهم ولكن كانوا أنفسهم يظلمون. ഞാൻ ഒരാളെയും ആക്രമിച്ചിട്ടില്ല, ഒരാളെയും ഞാൻ ശിക്ഷിച്ചിട്ടില്ല. ശിക്ഷ അവരെ ചോദിച്ചു വാങ്ങിയതാണ്. അവർക്ക് ചിന്തിക്കാനും ആലോചിക്കാനും നന്മ ചെയ്യാനും ഞാൻ ഭൂമിയിൽ അവസരം നൽകിയിട്ട് ബോധമില്ലാതെ നടന്നതുകൊണ്ട് അവർ തന്നെ നരകത്തെ ചോദിച്ചു വാങ്ങിയതല്ലേ. അവലം നുഅമ്മിരുകും മാ യതദക്കറു ഫീഹി മാ തദക്കർ. അല്ലാഹു നാളെ മഹ്ശറ വൻസഭയിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ ആയുസ് തന്നിട്ടില്ലേ? അവലം നുഅമ്മിരുകും,
നിങ്ങൾക്ക് ഞാൻ ആയുസ് തന്നിട്ടില്ലേ? എന്തിനുള്ള ആയുസ്? ആലോചിക്കുന്ന ആളുകൾക്ക് ആലോചിക്കാൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാൻ, പഠിക്കേണ്ടവർക്ക് പഠിക്കാനുള്ള ആയുസ് ഭൂമിയിൽ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ലേ? എന്തേ നന്നാവാത്തത്? എന്തേ നിങ്ങൾ നന്നാവാത്തത്? നാളെ മഹ്ശറ വൻസഭയിൽ നരകത്തിൽ കിടന്നുകൊണ്ട് യാ മാലികു ലിയഖ്ളി അലൈനാ, ഒരുപാട് കാലക്കാലം നരകത്തിൽ കിടന്ന് ശരീരമാകെ വെന്തുരുകുമ്പോഴാണ് മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, യാ മാലിക്, ഒന്ന് രക്ഷപ്പെടുത്തുമോ? ഒന്ന് രക്ഷപ്പെടുത്തുമോ? കുടിക്കാൻ വെള്ളം തരുമോ? നിങ്ങളുടെ ശരീരമാകെ ദ്രവിച്ചു പോയിട്ടുണ്ട്, ശരീരത്തിൽ നിന്ന് രക്തവും ചലവും ഒഴുകുന്നുണ്ട്, ശരീരമാകം വെന്തു പോയിട്ടുണ്ട്, കരിഞ്ഞു പോയിട്ടുണ്ട്. യാ മാലിക് ലിയഖ്ളി അലൈനാ, ഒന്ന് റബ്ബിനോട് പറയണേ, ഒന്ന് രക്ഷപ്പെടുത്താൻ, അല്ലെങ്കിൽ ഒന്ന് വെള്ളം തരാൻ, അല്ലെങ്കിൽ ഒരു ഭക്ഷണം നൽകാൻ കഴിയില്ല. ഖദ് സാല മിന്നൽ ഹദീദ്, സ്വദീദ്, ഞങ്ങളിൽ നിന്ന് ചലമിതാ ഒഴുകുകയാണ്. ഖദ് നളിജ മിന്നൽ ജുലൂദ്, ഞങ്ങളുടെ തൊലിയാകെ പഴുത്തു പോയിരിക്കുകയാണ്, തൊലിയാകെ പഴുത്തു പോയിരിക്കുകയാണ്. ഞങ്ങളിൽ നിന്ന് ചീഞ്ചലം ഒഴുകുന്നുണ്ട്, ദാഹിച്ചിരിക്കാൻ വയ്യ. അതുകൊണ്ട് റബ്ബിനോടൊന്ന് പറയണേ, അല്ലാഹുവിനോടൊന്ന് പറയണേ, ഇവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്താൻ പറയുമോ എന്ന് മാലിക് അലൈഹിസ്സലാമിനോട് നരകവാസികൾ ചോദിക്കുമ്പോഴാണ് മാലിക് അലൈഹിസ്സലാം പറയുന്നത്, ഇഖ്സഉ ഫീഹാ, ഒരു വാക്ക് മിണ്ടരുത്, ഒരു വാക്ക് മിണ്ടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, മിണ്ടാതിരിക്കണം. ഇതെപ്പം മറുപടി വരുന്നറിയോ? ചോദിച്ചിട്ട് 1000 വർഷക്കാലം കഴിഞ്ഞിട്ടാ മറുപടി പറയും. ഈ മോണിറ്റർ ഇങ്ങനെ ആക്കിയ ഉപകാരവും. 1000 വർഷം കഴിഞ്ഞിട്ടാണ് മാലിക് മറുപടി പറയാ. മാലിക് അലൈഹിസ്സലാമിനോട് നരകത്തിൽ നിന്ന് കരഞ്ഞ് നരകവാസികൾ ചോദിക്കും, പ്ലീസ് ഒന്ന് സഹായിക്കുമോ? 1000 വർഷം കഴിയുമ്പോ മറുപടി പറയും. എന്തെന്നറിയ മറുപടി? മിണ്ടാതെ അവിടെ ഇരുന്നു. നിങ്ങൾക്ക് ആലോചിക്കാനും ചിന്തിക്കാനും ദുനിയാവിൽ സമയം തന്നിട്ടില്ലേ? അപ്പൊ നിങ്ങൾ കളിച്ചു നടന്നു, എന്നിട്ട് ഇവിടെ നിന്നിട്ട് കരയാണല്ലേ? പിന്നെ അവരൊരു വാക്ക് മുണ്ടൂല. പിന്നെ ഇങ്ങനെ ഗർജിക്കാൻ, ഇങ്ങനെ കരയാൻ, വെപ്രാളത്തോടെ ഇങ്ങനെ നമ്മളൊക്കെ കരയുന്നത് പോലെ അനന്തമായി കരഞ്ഞുകൊണ്ടിരിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നിന്ന് പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മൾ ആലോചിക്കേണ്ടത്, അള്ളാഹു നമ്മൾക്ക് നന്മ നൽകിയതുപോലെ, അള്ളാഹു നമ്മൾക്ക് സൗകര്യം നൽകിയതുപോലെ അള്ളാഹുവിന് നിങ്ങളും നന്മ ചെയ്യണേ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മൊബൈൽ ഫോൺ, നമ്മുടെ സോഷ്യൽ മീഡിയകൾ, അത് നമ്മുടെ സ്വർഗമാണ്, അത് തന്നെ നമ്മുടെ നരകവുമാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ നരകമാണ്, നമ്മുടെ സ്വർഗമാണ്. അതെങ്ങനെയാണ് മാതാപിതാക്കൾ നരകവും സ്വർഗവുമാകുന്നത്? മാതാപിതാക്കളുടെ തൃപ്തിയില്ലാതെ ഒരാൾ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ മാതാപിതാക്കൾ കാരണം നമ്മൾ നരകത്തിലേക്കാ പോവുക. മാതാപിതാക്കൾ അവർക്കിഷ്ടമില്ലാതെ, തൃപ്തിയില്ലാതെ ഒരു മകൻ മരിച്ചുപോയി എങ്കിൽ നരകത്തിലേക്ക്, ഡയറക്റ്റ് നരകത്തിലേക്ക്. ഉമ്മമാരെ വെറുപ്പിക്കുന്ന ആളുകൾ, ഉമ്മമാരോട് എതിർ സംസാരിക്കുന്ന ആളുകൾ, ഉമ്മമാർക്കെതിരെ ശബ്ദിക്കുകയും ഉമ്മമാർക്കെതിരെ ഒച്ചപ്പാടുണ്ടാക്കുകയും ഉമ്മമാരെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു അജ്ജല ലഹുൽ ഉഖൂബത ഫിദ്ദുനിയ, നാളെ ആഖിറത്തിൽ മാത്രമല്ല ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയകളൊക്കെ അങ്ങനെ തന്നെയാണ്, നമ്മുടെ മൊബൈൽ ഫോണുകളും അങ്ങനെ തന്നെയാണ്, നമ്മുടെ വാട്സപ്പും നമ്മുടെ ഫേസ്ബുക്കും അങ്ങനെയാണ്. സ്വർഗം വാങ്ങേണ്ടവർക്ക് സ്വർഗം വാങ്ങാം, നരകം വാങ്ങേണ്ടവർക്ക് നരകം വാങ്ങാം. പക്ഷെ എങ്ങനെയാണ് സ്വർഗം ലഭിക്കുക, എങ്ങനെയാണ് നരകം ലഭിക്കുക? അതാണ് നമ്മൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. വാട്സപ്പ് കൊണ്ട് എങ്ങനെ സ്വർഗം ലഭിക്കും, വാട്സപ്പ് കൊണ്ട് എങ്ങനെ നരകം ലഭിക്കും എന്നതാണ്. ഫേസ്ബുക്ക് കൊണ്ട് ഒരാൾക്ക് എങ്ങനെ സ്വർഗം കരസ്ഥമാക്കാം, ഫേസ്ബുക്ക് കൊണ്ട് തന്നെ ഒരാൾക്ക് എങ്ങനെ നരകം കരസ്ഥമാക്കാം, ആ ഒരു വിഷയമാണ് നമ്മൾക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. നമ്മുടെ വീട്ടിലുണ്ടല്ലോ TV എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലുള്ള ടെലിവിഷൻ, അതുകൊണ്ട് നാളെ അള്ളാഹുവിന്റെ സ്വർഗീയ ലോകത്തേക്ക് എങ്ങനെ നമ്മൾക്ക് കടന്നു പോകാൻ പറ്റുമെന്നും എങ്ങനെയാണ് നരകത്തിലേക്ക് പോകുന്നതെന്നും ആലോചിക്കാനാണ് നമ്മുടെ ഈ സദസ്സുകൾ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ വളരെ ശ്രദ്ധയോടെ ആദർക്കണേ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു തആല പറയുകയാണ്, വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, അള്ളാഹു നന്മ ചെയ്തതുപോലെ ഒരു മൊബൈൽ ഫോൺ വാങ്ങാനും ഒരു വണ്ടി വാങ്ങാനും ഒരു TV വാങ്ങാനും നിങ്ങൾക്ക് അള്ളാഹു കഴിവ് നൽകിയതുപോലെ തിരിച്ച് അള്ളാഹുവിന് നന്ദി ചെയ്യണേ, അള്ളാഹുവിനും നന്മ ചെയ്യണേ എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ.
അങ്ങോട്ട് നന്മ ചെയ്യുക, ഇങ്ങോട്ട് നന്മ ചെയ്തതിന് പകരമായി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപകടം പിടിച്ച ഒരു വിഷയം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ആലോചിക്കണേ. ഇവിടെ കൂടിയിരിക്കുന്ന ഉമ്മമാരോട്, ഉപ്പമാരോട്, രക്ഷിതാക്കളോട്, ചെറുപ്പക്കാരോട്, പ്രത്യേകിച്ച് കാസർഗോട്ടിലെ എല്ലാ ആളുകളോടും പറയാനുള്ളത്, എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കാസർഗോട്ടിലുള്ള ആളുകൾക്ക് അല്പം റിയാ കൂടുതലുണ്ടോ എന്ന്. റിയാ കൂടുതലുണ്ടോ എന്ന്. നോട്ടീസിൽ പേര് വന്നില്ലേ? ആരാണ് നോട്ടീസ് ഉണ്ടാക്കിയത്? അവർക്ക് വിളിച്ച് തെറി പറ. എന്റെ പേര് നോട്ടീസിൽ കൊടുത്തില്ലല്ലോ. എത്ര തവണയാണ് വലിയ വലിയ ആലിമീങ്ങൾ വരെ ഇങ്ങനെ ചെയ്യുമ്പോ വേദന തോന്നുകയാണ്. സ്വാഗതം പറയുമ്പോ എന്റെ പേരൊന്ന് വിട്ടുപോയാൽ പിറ്റേ ദിവസം ഉസ്താദിനോട് തെറി പറയാ, ഉസ്താദിനോട് ദേഷ്യപ്പെടുക, ഉസ്താദിനെ പുറത്താക്കുക, ഉസ്താദിനെ പിരിച്ചുവിടുക. എന്ത് സംസ്കാരമാണിത്? എന്ത് സംസ്കാരമാണിത്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മ പോലും രഹസ്യമായി ചെയ്യണമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളായ നമ്മൾ ആളുകൾക്ക് മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണോ നന്മ ചെയ്യുന്നത്? ഒരു സമ്പത്ത് നൽകിയാൽ, ഒരു സംഭാവന നൽകിയാൽ നോട്ടീസിൽ പേര് വേണം. ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ ഇപ്പൊ പിലാങ്കട്ടയിൽ നടക്കുന്ന മഹാനായ സഈദ് ഉസ്താദിന്റെ ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് നടക്കുന്ന ഇങ്ങനൊരു പ്രൗഢമായ പരിപാടി ഇവിടെ അസ്തമിക്കുമ്പോ നാളെ ഉത്തരദേശത്തിൽ കൊടുക്കുമ്പോ നാട്ടുകാരൊക്കെ ഉത്തരദേശം വായിക്കും, എന്റെ പേരില്ലല്ലോ. ഉടനെ തന്നെ ആരാണ് നൽകിയത്? അയാൾക്ക് വിളിക്കുക, എന്തേ എന്റെ പേര് കൊടുക്കാത്തത്? എത്ര സംഭവങ്ങളുണ്ടെന്നറിയോ? എന്ത് മോശത്തരാണത്! ഇങ്ങനെയുള്ള ആളുകൾ സ്വർഗത്തിന്റെ വക്കിലെത്തൂല. അണുമണി തൂക്കം. റിയാ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. ശിർക്കാണ് റിയാ എന്ന് പറഞ്ഞ ശിർക്കാണ്. ആളുകൾക്ക് കാണാനും ആളുകളുടെ മുമ്പിൽ ഷൈൻ ചെയ്യാനും വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ അവർ ശിർക്ക് ചെയ്തതിന് തുല്യമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അശ്ശിർക്കുൽ ഖഫി എന്നാണ് റിയാഇനെ വിളിച്ചത്. ശിർക്കിന്റെ മൂർത്തിഭാവം അല്ലാഹു അല്ലാതെ മറ്റൊരാൾ ആരാധിക്കുക. ശിർക്കിന്റെ ചെറിയ പാപം ആളുകൾ കാണാൻ വേണ്ടി നന്മ ചെയ്യുക. സ്റ്റേജിലിരിക്കുക, നോട്ടീസിൽ പേര് വരണമെന്ന് കൊതിക്കുക, വന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുക. എത്രയെത്ര സ്ഥാപനങ്ങളുണ്ടങ്ങനെ, എത്രയെത്ര സ്ഥാപനങ്ങളുണ്ടങ്ങനെ. കമ്മിറ്റി ഭാരവാഹികളായ ആളുകളുടെ പേരെങ്ങാനും നോട്ടീസിലോ ഉത്തരദേശത്തിലോ കാരവല്ലോ വന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുന്ന ആലിമീങ്ങളെ അറിയാം, അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുന്ന കമ്മിറ്റി ഭാരവാഹികളെ അറിയാം. എന്തോ ഒരു മോശപ്പെട്ട പ്രവർത്തനങ്ങളാണത്. ഫോട്ടോ വരാനാണോ നമ്മൾ അധ്വാനിക്കുന്നത്? പേര് വരാനാണോ നമ്മൾ അധ്വാനിക്കുന്നത്? നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക്, മഹ്ശറാവൻ സഭയിലേക്ക് നമ്മളൊക്കെ ചെല്ലുമ്പോ അല്ലാഹു നാളെ ആദ്യമായി വിചാരണ നടത്തുന്ന മൂന്നാളുകളുണ്ട്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞുവല്ലോ, ലാ തസൂലു ഖദമ ഇബ്നു ആദം, ഓ ആദമിന്റെ പുത്ര, ഓ മനുഷ്യന്മാരെ, നിന്റെ കാൽപാദങ്ങൾ അനക്കാൻ ഞാൻ അനുവദിക്കൂല, നിന്റെ കാൽപാദങ്ങൾ അനക്കാൻ ഞാൻ അനുവദിക്കൂല. ഹത്താ യുസ്അല അൻ അർബഇ ഖിസാൽ, 5 കാര്യത്തിന് കൃത്യമായ സ്പഷ്ടമായ മറുപടിയില്ലാതെ നിങ്ങളുടെ കാൽപാദങ്ങൾ നിങ്ങൾക്ക് അനക്കാൻ പറ്റുമെന്ന് കരുതേണ്ട. ഒരിക്കലും നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. എന്താണ് ചോദിക്കുന്നത്? അൻ ഇൽമിഹി, നിങ്ങൾ പഠിച്ച ഇൽമുകൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇൽമു എന്ന് പറഞ്ഞാൽ മദ്രസയിൽ പോയി പഠിക്കുന്ന ഇൽമു മാത്രമാണെന്ന് കരുതിയോ? ദർസിൽ പോയി പഠിക്കുന്ന ഇൽമു മാത്രമാണെന്ന് കരുതിയോ? ഏതെങ്കിലും മതസ്ഥാപനങ്ങളിൽ പോയി പഠിക്കുന്ന ആ ഇൽമു മാത്രമാണെന്ന് കരുതിയോ? അല്ല. ഇൽമു എന്ന് പറഞ്ഞാൽ വാലിന്റെ സദസ്സിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് ഇൽമാണ്. ഇവിടെ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി പഠിച്ച ഒരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എന്താണ് ആ ഇൽമു കൊണ്ട് നമ്മൾക്ക് നേട്ടമുള്ളത്? സോഷ്യൽ മീഡിയയിലൂടെ വാലിന്റെ ഓഡിയോകൾ ഷെയർ ചെയ്തില്ലെങ്കിൽ, ഫേസ്ബുക്കിലൂടെ ഇതിന്റെ സന്ദേശം നമ്മൾ കൈമാറിയില്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ ഇൽമു പഠിച്ചത് കൊണ്ടുള്ള ഉപകാരം? അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി മിൻ ബഅദി മൗതിഹി. ഒരാൾ ലോകത്തോട് വിട പറഞ്ഞാൽ, ഒരാൾ അന്ത്യവിശ്രമം കഴിഞ്ഞാൽ, ഒരാൾ മരിച്ചു പോയാൽ അയാളുടെ ഖബറിലേക്ക് കടന്നു വരുന്ന ഇൽമൻ, അയാളുടെ ഖബറിലേക്ക് കടന്നു വരുന്ന അമലുണ്ടല്ലോ, അത് ഇൽമൻ അല്ലമഹു വനശറ, അവൻ പഠിപ്പിച്ച ഇൽമാണ്. അവൻ പഠിക്കുകയും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഇൽമുകൾ നാളെ നമ്മുടെ ഖബറിലേക്ക് കടന്നു വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഇൽമു പഠിച്ചിട്ടില്ലല്ലോ, ഇതൊക്കെ ഇൽമാണ്.
ഖബറിലേക്ക് വരുന്ന ഏറ്റവും വലിയ അമല് എന്താണ്? ഇൽമൻ അല്ലമഹു വനശറ. നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും നാട്ടുകാരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന അമല്, നാട്ടുകാരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഇൽമ്, അതാണ് നമ്മുടെ ഖബറിലേക്ക് കടന്നു വരുന്നത്. ഇപ്പൊ വാട്സപ്പ് ഖബറിൽ രക്ഷപ്പെടാനുള്ള വഴിയാണ്, ഫേസ്ബുക്ക് ഖബറിൽ രക്ഷപ്പെടാനുള്ള വഴിയാണ്. വാട്സപ്പ് വഴി ഇൽമ് പ്രചരിപ്പിക്കുക, ഫേസ്ബുക്ക് വഴി ഇൽമ് പ്രചരിപ്പിക്കുക. നാളെ നമ്മൾ മരിച്ചു, ഖബറിലെത്തി, നമ്മുടെ വാട്സപ്പിൽ അയച്ച വീഡിയോകൾ, ഓഡിയോകൾ, ഇമേജുകൾ, ടെക്സ്റ്റുകൾ, ഇതൊക്കെ ഇങ്ങനെ ഓരോ ആളുകളുടെ മൊബൈലിൽ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്കിൽ അയച്ചത് അത് കുറെ ആളുകൾ കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, ഡിസ്ലൈക്ക് ചെയ്യുന്നുണ്ട്, കമന്റ് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. നീ മരിച്ചു, നിന്റെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും മരണം വരെ. സോഷ്യൽ മീഡിയകളിൽ നിന്ന് അതെടുത്ത് കളയപ്പെടൂല. അതാണ് അതിന്റെ പ്രത്യേകത. ഇതാണ് ഇൽമ്. നമ്മൾ സോഷ്യൽ മീഡിയ കൊണ്ടുള്ള നേട്ടം ഇതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചത്. ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി. ഒരു മുഅ്മിനായ ഒരു സഹോദരന്റെ ഖബറിലേക്ക് വരുന്ന നന്മകൾ ഏതൊക്കെയെന്നറിയോ? വഹസനാതിഹി. അവന്റെ നന്മകൾ ഖബറിലേക്ക് വരുന്നത് ബഅദ മൗതിഹി. അയാൾ മരിച്ചു കഴിഞ്ഞാൽ ഖബറിലേക്ക് നിരന്തരമായി കടന്നു വരുന്ന നന്മകൾ ഏതൊക്കെ? ഏതുവരെ? ഖിയാമത്ത് നാൾ വരെ. ഏതുവരെ? ഖിയാമത്ത് നാൾ വരെ. പള്ളി നിർമ്മിക്കുകയാണ്, പള്ളിയുടെ ഭവനത്തിന്റെ, പള്ളിയുടെ നിർമ്മാണം ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. ഈ ഒരു പള്ളി നിർമ്മിക്കുമ്പോൾ എന്റെ വക 1000 രൂപ ഇരിക്കട്ടെ, എന്റെ വക 1000 രൂപ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾ 1000 രൂപ പള്ളിക്ക് കൊടുക്കാൻ തയ്യാറായാൽ, ആ ഖബറിൽ നമ്മൾ നാളെ മരിച്ചുപോയാൽ എത്ര കാലമാണോ പിലാങ്കട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മസ്ജിദ് ഇവിടെ നിലനിൽക്കുന്നത്, എത്ര ആളുകളാണോ അവിടെ നിസ്കരിക്കുന്നത്, എത്ര ആളുകളാണോ അവിടെ ഖുർആൻ ഓതുന്നത്, എത്ര ആളുകളാണോ അവിടെ വഅദ് പറയുന്നത്, എത്ര ആളുകളാണോ അവിടെ ഇഅ്തികാഫ് ഇരിക്കുന്നത്, പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ 10-ൽ 100 കണക്കിന് ആളുകൾ ഈ പള്ളിയിൽ വന്ന് ഉറക്കമൊഴിച്ചുകൊണ്ട് പടച്ച റബ്ബിന് വേണ്ടി ദുആ ചെയ്യുമ്പോ, എന്റെ പൊന്നു സഹോദര, നമ്മുടെ ഖബറിലേക്ക് വരാനുള്ള നന്മയാണതൊക്കെ, നമ്മുടെ ഖബറിലേക്ക് വരാനുള്ള മുതൽക്കൂട്ടാണതൊക്കെ. ഖിയാമത്ത് നാൾ വരെ ഈ പള്ളി നിലനിന്നാൽ ഖിയാമത്ത് നാൾ വരെ നമ്മുടെ ഖബറിലേക്ക് ഇതിന്റെ പ്രതിഫലം എത്തിക്കൊണ്ടിരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. 1000 രൂപ ഞാൻ ഏറ്റെടുക്കാണ് ഈ പള്ളിക്ക്. അങ്ങനെ ഏറ്റെടുക്കാൻ താല്പര്യമുള്ള ആളൊന്ന് കൈപ്പൊക്കെ. നാളെ ഖബറിലേക്ക് നന്മയായി വരാൻ വേണ്ടി 1000 രൂപ ഇൻഷാ അല്ലാഹ് ഒന്ന് കൈപ്പൊക്കെ. അൽഹംദുലില്ലാഹ്. 1 ആള്, 2 ആള്, 3 ആള്, 4 ആള്. വേഗം വേഗം. 1000 രൂപ ചെറിയൊരു തുക. 5 ആള്. അൽഹംദുലില്ലാഹ്. 6. മാഷാ അല്ലാഹ്. ഉണ്ടോ? വേഗം. ഒരു 100 ആളെങ്കിലും വേണം. 7 ആള്. അൽഹംദുലില്ലാഹ്. 8, 9. ചെറിയ തുക ഞാൻ പറഞ്ഞു. 1000 രൂപ ചെറിയൊരു തുക ഞാൻ പറഞ്ഞു. വലിയൊരു തുക ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. 1000 കൊടുക്കാൻ പറ്റാത്ത ആളുകളൊന്നും നമ്മുടെ ബദിയെടുക്കയുടെ ചുറ്റുഭാഗത്തില്ല. കാരണം ഞാൻ ബദിയെടുക്കാരനാണ്. പുറത്തു വന്ന ആളുകൾക്ക് സംശയമുണ്ട്. മാഷാ അല്ലാഹ്. 9 ആള്. ഇതൊന്നും ഇത് നിങ്ങൾ കൈപ്പൊക്കുമ്പോൾ ഒരിക്കലും വിചാരിക്കരുത് ഇത് അമല് പോവോ. ഇത് അമല് പോവാനുള്ള കൈപ്പൊക്കലല്ല, അമല് കൂടാനുള്ള കൈപ്പൊക്കലാണ്. നിങ്ങളിൽ നിന്നുള്ള ഒരാൾ കൈപ്പൊക്കുമ്പോ ബാക്കിയുള്ള ആൾ കാണും, അയാൾ കൈപ്പൊക്കിയല്ലോ, എനിക്കും കൊടുക്കണമല്ലോ, അതിനുള്ള കൈപ്പൊക്കലാണിത്. ഇത് റിയാഇന്ന ഉള്ള കൈപ്പൊക്കലല്ല, ഇത് പേരിനുള്ള കൈപ്പൊക്കലല്ല. അൽഹംദുലില്ലാഹ്. 10. മാഷാ അല്ലാഹ്. 2000 രൂപ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നമ്മുടെ ബോയ്ക്കാനം പ്രസിഡന്റ് ബോയ്ക്കാനം നിങ്ങൾ വിളിക്കല് ലാങ്കട്ട 2000 രൂപ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആളുകളുടെ ഖബറിടത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയാനുള്ളത്, ഈ പള്ളി നിലനിൽക്കുന്ന കാലത്തോളം ഇവിടെ വന്ന് നിസ്കരിക്കുന്ന ഓരോ ആളുകളുടെ നന്മ നമ്മുടെ ബഹുമാനപ്പെട്ട ഉമ്മയുടെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് അവസരം നഷ്ടപ്പെടുത്തരുത്, അവസരം നഷ്ടപ്പെടുത്തരുത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 1000 രൂപയാണ് നമ്മളാൽ കഴിയുന്നത് നമ്മൾ നൽകണം. എന്നാലേ നമ്മുടെ ഖബറിലേക്ക് കടന്നു വരികയുള്ളൂ. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിന്റെ ബാക്കിയായി പറയുന്നുണ്ട്, ഔ മസ്ജിദൻ ബനാ. ഇത് എന്റെ വകയായി പറയുന്ന വിഷയങ്ങളല്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കണമെന്ന താല്പര്യത്തോടെയാണ് ഈ ഒരു വിഷയം ഞാൻ ഇവിടെ ഏറ്റെടുത്തത്. എന്നോട് സംഘാടകർ പറഞ്ഞിട്ടില്ല, പിരിക്കാനോ പള്ളി നിർമ്മാണത്തിന്റെ ഒരു വിഷയം പോലും എന്നോട് പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു പള്ളി ഇതാ പകുതിയിൽ കിടക്കുന്നത് കണ്ടപ്പോ എനിക്ക് തോന്നി, ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കെല്ലാം നാളെ ഖബറിലേക്ക് നിരന്തരമായി വരുന്ന ഒരു അമല് ലഭിക്കട്ടെ എന്ന് എനിക്ക് തോന്നി. എന്നോട് പറഞ്ഞു, ഒരാളിനോട് പള്ളിയുടെ വിഷയം പറഞ്ഞിട്ട് പിരിവിന്റെ വിഷയം പറഞ്ഞിട്ട് ഒരാളും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നി, ഇവിടെ പള്ളി കാണുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മൾക്കൊക്കെ ഇതിലൊരു ഷെയർ വേണം. അതുകൊണ്ട്
ഞാൻ ആദ്യം ഏറ്റെടുത്തു, ഇനിയുള്ള കൈകളൊക്കെ പൊക്കിയൊന്ന് 1000 രൂപ നമ്മുടെ ഖബറിലേക്കുള്ളൊരു ഡെപ്പോസിറ്റ് ആണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങളൊരു കാര്യം ചെയ്യും, സയ്യിദ് നിങ്ങളുടെ പേര് ഖാദർ, നിങ്ങളൊന്നും ഇങ്ങനെ നടക്കുക. അപ്പോൾ കൈ പൊക്കാൻ മടിയുള്ള ആളുകളൊക്കെ തരും. പിന്നെ പെണ്ണുങ്ങളുടെ ഭാഗത്താക്കി. ഇതൊക്കെ നാളേക്ക് കിട്ടുന്ന വലിയൊരു മുതലാണ്. ഈ അവസരം നമ്മൾ മുതലെടുത്തില്ലെങ്കിൽ ഇത് വേറൊരാളെടുക്കും. വേറൊരാളെടുത്ത് നമ്മൾക്ക് നഷ്ടമായി. ഇന്ന് നമ്മൾ ഇത് മുതലെടുത്തില്ലേ, ഇത് വേറൊരാൾ ഏറ്റെടുക്കും. ഇത് ഏറ്റെടുക്കുന്ന ഉറപ്പാണ്. അള്ളാഹുവിന്റെ പള്ളി അതിവിടെ നിങ്ങൾ ആരും സഹായിച്ചില്ലെങ്കിൽ ഈ പള്ളി ഇവിടെ പൂർത്തിയാകും. അതിൽ യാതൊരു ഡൗട്ടില്ല. ഇത് നമ്മളെ കണ്ടിട്ടോ നിങ്ങളെ കണ്ടിട്ടോ ആരെ കണ്ടിട്ടും തുടങ്ങിയതല്ല. ഇത് അള്ളാഹുവിന്റെ ഭവനമാണ്. നമ്മൾ ആരും ഏറ്റെടുത്തില്ലേ, പള്ളി അവിടെ നടക്കും. പള്ളി അവിടെ ഇതുവരെ ഇതിനേക്കാളും വലിയ പള്ളിയൊക്കെ ലോകത്തിന്റെ, കേരളത്തിന്റെ കാസർഗോഡ് ജില്ലയുടെ മുക്കുമൂലകളിൽ വളരെ ഭംഗിയായി 8 കോടി 10 കോടിയുടെ പള്ളിയൊക്കെ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അതൊന്നും നമ്മളെ പോലെയുള്ള ആളുകൾ കണ്ടിട്ടല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അതിലൊരു ഭാഗവാക്കുക, ഒരു ഷെയർ നമ്മൾ എടുക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ സഹോദരിമാരോട് പറയാനുള്ളത്, അള്ളാഹു നാളെ ഖബറിലേക്ക് നൽകുന്ന ഏറ്റവും വലിയ ഡെപ്പോസിറ്റ് ആണ് ഈ ഒരു 1000 രൂപ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി. മരിച്ചാൽ ഒരാളുടെ ഖബറിലേക്ക് നിരന്തരമായി അണമുറിയാതെ വരുന്ന ഒരു അമലുണ്ടല്ലോ, ഔ മസ്ജിദൻ ബനാ, പള്ളി നിർമ്മിക്കാൻ ഒരാൾ സഹായിച്ചാൽ അതും അയാളുടെ ഖബറിലേക്ക് വരുന്ന ഏറ്റവും വലിയ നന്മയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഹബീബ് തന്നെയാണ് പറഞ്ഞത്. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ കമിഫഹസി ഖതാത്തിൻ, ഒരു മാടപ്രാവിന് ഇരിക്കാൻ ഉതകുന്ന ഒരു പള്ളി ഒരാൾ നിർമ്മിച്ചാൽ, ഒരു മാടപ്രാവിന് ഇരിക്കാൻ ഉതകുന്ന ഒരു പള്ളി ഒരാൾ നിർമ്മിച്ചാൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു സ്വർഗ്ഗീയ ലോകത്ത് അവന് വേണ്ടി പ്രത്യേകമായ ഒരു ഭവനം നിർമ്മിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. സലാത്ത് ചൊല്ലിയാൽയോ നമ്മൾക്കും വേണ്ടേ സ്വർഗത്തിലൊരു വീട് വേണ്ടേ? അതാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, മൻ ബനാ ലില്ലാഹി മസ്ജിദാ, അള്ളാഹുവിന് വേണ്ടി ഒരാൾ പള്ളി നിർമ്മിച്ചാൽ നമ്മൾ ആലോചിക്കൂലേ, എനിക്കൊരു വീട് പോലും നിർമ്മിക്കാൻ കഴിഞ്ഞില്ല, പിന്നെ എങ്ങനെയാണ് ഞാനൊരു പള്ളി നിർമ്മിച്ചു കൊടുക്കുക?